ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങൾ കന്യാകുമാരിയിലെ സൺറൈസ് കാണാൻ പോവാണ്. സമയം 5:45. 6 മണിക്ക് അവിടെ എത്തണം. ചേട്ടായും കൊച്ചും ഉറക്കമായിരുന്നു. പിന്നെ കുത്തിപ്പൊക്കി രണ്ടുപേരും കൂടെ കൊണ്ട് പോവുകയാണ് ഞാൻ. കണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നടന്നു വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഇത് അമ്പലത്തിന്റെ പുറകിലായിട്ടാണ്, നമ്മൾ വിവേകാനന്ദം പാർക്കിൽ പോകുന്ന അമ്പലത്തിന്റെ സൈഡിലായിട്ടാണ് സൺറൈസ് കാണുന്നത്. ആ സൈഡിലെ എല്ലാ സ്ഥലങ്ങളും സൺറൈസ് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇതാണ്ടേ കണ്ടോ, എന്ത് തിരക്കാന്ന് കണ്ടോ. ഇവിടുത്തെ തിരക്കിന് വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ത്രിവേണി സംഗമമാണ്. നമ്മുടെ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായി തീർന്ന മഹാസമുദ്രം, അതാണ് നമ്മുടെ ഇവിടുത്തെ ത്രിവേണി സംഗമം. അപ്പോൾ ഇവിടെ സ്നാനം ചെയ്തിട്ട് സൂര്യഭഗവാനെ തൊഴാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങ് വിവേകാനന്ദൻ പാറയുടെ അപ്പുറത്ത് സൂര്യൻ ഉദിച്ചു വരുന്നത് നോക്കി നിൽക്കുവാണ് എല്ലാവരും. അപ്പം ചെറിയൊരു മഞ്ഞവട്ടമൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തൊരു ആൾക്കാരെന്ന് കണ്ടോ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയൊരു കൽമണ്ഡപവും കൂടെ ഉണ്ട് അവിടെ. ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യോദയം നമ്മൾ കാണുമെങ്കിലും കന്യാകുമാരിയിലെ കടലിലെ സൂര്യോദയം വേറെ തന്നെയാണ്. കാണാൻ അതിമനോഹരമാണ് അല്ലേ. കടലിന് മുകളിലെ മേഘപ്പാളികൾ അങ്ങനെ മാറ്റി മഞ്ഞ കിരണം അങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ. സൂര്യൻ പതുക്കെ അങ്ങ് പൊങ്ങി വരുന്നുണ്ട്. നല്ല കാഴ്ചയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹിച്ച കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. എന്താ സന്തോഷമറിയാവോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൂര്യൻ ഉദിച്ച് പതുക്കെ പൊങ്ങി വരുന്നു. ഏകദേശം ഇങ്ങനെ മുഴുവനായപ്പോഴത്തേക്ക് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അങ്ങനെ കന്യാകുമാരിയിലെ സൂര്യോദയം സൂര്യൻ ഇങ്ങനെ ഫുള്ളായിട്ട് വന്ന് കണ്ട മഞ്ഞ കിരണം അങ്ങനെ വിഷയൊക്കെ വരുന്നുണ്ട് കടലിന് നേരെ, നമ്മുടെ നേരെ. അയ്യോ, നമ്മൾ എത്ര കാഴ്ച കണ്ടാലും ഈ ഒരു കാഴ്ചയ്ക്ക് പകരം വെക്കാനില്ല കേട്ടോ. രാവിലെ മഞ്ഞണിഞ്ഞ സൂര്യൻ ഉദിച്ചു വരുന്നതും വൈകിട്ട് ചുവപ്പടിഞ്ഞ സൂര്യൻ അസ്തമിക്കുന്നതും കന്യാകുമാരിയിലെ കാഴ്ച എന്ന് പറയുന്നത് മനോഹരമാണ്. സൂര്യൻ്റെ മഞ്ഞ വെട്ടം ഓളപ്പരപ്പുകളിൽ തട്ടി അങ്ങ് വരുന്നത് കണ്ടോ. ഫുള്ള് മഞ്ഞ വെട്ടം, മുഖത്തോട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഏതാണ്ട് ലൈറ്റ് ഷോയുടെ അടി പോയിരുന്ന പോലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് വിവേകാനന്ദം പാറയുടെ ആ നടുക്ക് സൂര്യൻ പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണിത്. അപ്പം ഇനി നമുക്ക് സൺസെറ്റും കാണാം. പോയാലോ. വൈകിട്ട് 5 മണിയോടുകൂടി ഞങ്ങൾ സൂര്യ അസ്തമയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ബീച്ച് സൈഡിലാണ് അസ്തമയം കാണാൻ പോകുന്നത്. ബീച്ച് സൈഡ് കണ്ടു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അടിപൊളിയാണ്. നീലക്കടൽ, മഞ്ഞ വെളിച്ചം, ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ടോ. സൂപ്പറല്ലേ. ഏതോ കടലിലോട്ട് ഇറങ്ങി പോകുന്ന പോലെയല്ലേ വണ്ടി. കടല്, ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് നേരം ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഒരു കപ്പലണ്ടിയൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. മനസ്സിനൊക്കെ ഒരു നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും ഈ തിരയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അല്ലേ. നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും കാണാനൊന്നും ഒന്നും നിന്നില്ല. വെള്ളം കണ്ട പാടെ നേരെ വെള്ളത്തിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ തൊട്ടേ പറയുമായിരുന്നു രാവിലെ തൊട്ടേ ബീച്ചിൽ പോകണം, കുളിക്കണം, ബീച്ചിൽ പോകണം, വെള്ളത്തിൽ കളിക്കണം തന്നെയായിരുന്നു മന്ത്രം. അങ്ങനെ ബീച്ച് കണ്ടപ്പോഴത്തേക്കും പിള്ളേരുണ്ട് നേരെ വെള്ളത്തിലോട്ട് വെച്ച് പിടിച്ചു. ഞങ്ങളാണെങ്കിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പാറയുടെ മണ്ടയിലോട്ടും കയറി നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ചുവപ്പണിഞ്ഞ് സൂര്യൻ കടലിലോട്ട് അസ്തമിക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടാലോ. ശരിക്കും സൂര്യാസ്തമയം കാണുമ്പോൾ ഒരു വേർതിരിയലിൻ്റെ വിഷമമാണ്.
സൂര്യൻ പോയി മറയുന്നതും ഇരുട്ട് വരുന്നതൊക്കെ. അങ്ങനെയാണ് അല്ലേ? പക്ഷേ ആ വെട്ടം കണ്ടോ, തിരമാലകളിലൊക്കെ അടിച്ചിട്ട് നല്ലൊരു ഭംഗി കാണാനായിട്ട്. സൂര്യൻ താഴോട്ട് ഇറങ്ങുന്നതും തിരമാല അടിച്ചു വരുന്നതും അതിലെ ഓളത്തിൽ ആ മഞ്ഞ വെട്ടം അങ്ങനെ തെന്നി മാറുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കടലിൻ്റെ അങ്ങേയറ്റത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴത്തേക്കും കടലിന് എത്ര ഭംഗിയാക്കിയിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് അല്ലേ? അതുപോലെ ഉദിച്ചു വരുമ്പോൾ അതുപോലെയാണ് സൂര്യകിരണങ്ങൾ, ആ വെട്ടമൊക്കെ കടലിലോ ഓളത്തിലൊക്കെ തട്ടുമ്പോഴത്തേക്കും കാണാൻ എന്താ ഭംഗി. അങ്ങനെ മെല്ലെ 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 സൂര്യൻ അസ്തമിക്കുകയാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളും കണ്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം. താങ്ക് യു, ബൈ.